മുഖ്യ പുരോഹിതൻ തന്ത്രി വരെ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. 1818 ബഹുമാനപ്പെട്ട ചിറ്റൂർ അദാലത്തിലൂടെ വിശ്വബ്രാഹ്മണ സമൂഹത്തിന് ഇപ്പോൾ നിലവിലുള്ള ബ്രാഹ്മണ വ്യക്തികൾ, ബ്രാഹ്മണർ ചെയ്യുന്ന അതേ പൂജകൾ തന്നെ, അതേ ഹോമങ്ങൾ തന്നെ, അതേ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ചെയ്യാനും ക്ഷേത്രങ്ങളിൽ പൂജിക്കാനും അധികാരമുണ്ട് എന്ന ഒരു വിധി ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1818 ചിറ്റൂർ അദാലത്തിലെ വിധിയാണ്. ആ വിധി പ്രകാരം അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബര സമരമൊക്കെ ഉണ്ടായത്. ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നടന്നു. എങ്കിലും ഇന്നും ബ്രാഹ്മണ ആധിപത്യത്തിൽ തന്നെ ക്ഷേത്രങ്ങൾ കഴിയുകയാണ്. വിശ്വബ്രാഹ്മണ കുലത്തിൻ്റെ ആചാര്യനായിരിക്കുന്ന എൻ്റെ ഒരു അപേക്ഷ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന പുഷ്പാഞ്ജലി സ്വാമിയാരുടെ മുഞ്ചിറ മഠത്തിലേക്ക് നമ്മൾ നൽകുകയുണ്ടായി. പക്ഷേ ആ അപേക്ഷ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ, അതല്ലെങ്കിൽ വിവരാവകാശ രേഖ എടുത്തപ്പോൾ അതിൽ പോലും ആ അപേക്ഷ ലഭിച്ചു എന്ന് കിട്ടാത്ത വിധത്തിൽ ആ അപേക്ഷ അവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങളൊക്കെ നൽകിയ ആ അപേക്ഷയ്ക്ക് ശേഷം നൽകിയ ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്വാമിയാർ മഠത്തിൽ നിയമനം നൽകിയതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഇതൊരു പ്രധാന വിഷയമായിട്ട് എടുക്കുക എന്നതിലുപരി വിശ്വബ്രാഹ്മണ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വിശ്വബ്രാഹ്മണ സമൂഹത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വകർമ്മരായ ഈ പഞ്ചഗോത്രങ്ങൾ മനു, മയ, തൊഷ്ട, ശില്പി, വിശ്വജ്ഞ ഇവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ രീതിയിൽ പലരും പല വിധത്തിലുള്ള പ്രതികൂലമായ പോസ്റ്റുകളും ഇറക്കി പ്രകോപനം കൊള്ളിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് ആചാര്യ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിശ്വബ്രാഹ്മണ കുലത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യമായി ഒരു വലിയ ഒരു ആധ്യാത്മിക സർവകലാശാല അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ മോനിപ്പള്ളിയിലാണ് അതിനുള്ള സ്ഥലവും കാര്യങ്ങളും